കോഴിക്കോട് വിജിൽ നരഹത്യാ കേസിലെ 3 പ്രതികളുടെയും രക്തസാമ്പിൾ എടുക്കും. രാസലഹരിയുടെ അംശം കണ്ടെത്താൻ വേണ്ടിയാണ് രക്തസാമ്പിൾ പരിശോധിക്കാൻ തീരുമാനിച്ചത്. രാസലഹരി സാന്നിധ്യം കണ്ടെത്തിയാൽ NDPS വകുപ്പുകൾ ചുമത്തുകയാണ് പോലീസിന്റെ ലക്ഷ്യം. വിജിൽ നരഹത്യ ഒരു ലഹരി കൊലപാതകമാണെന്ന് പോലീസിന് വ്യക്തമായ സൂചനകളുണ്ട്. എന്നാൽ ഇതിന് ശാസ്ത്രീയ തെളിവുകൾ ഇതുവരെ ലഭിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് എല്ലാ പ്രതികളുടെയും രക്തസാമ്പിൾ എടുത്ത് പരിശോധന നടത്താൻ തീരുമാനിച്ചത്. ഇതിന്റെ ഭാഗമായി വിജിൽ കേസിലെ 3 പ്രതികളെയും ഒരുമിച്ച് കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസിൽ ഹർജി സമർപ്പിച്ചു. ഈ മാസം 18 മുതൽ 2 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു നൽകാനാണ് എലത്തൂർ പോലീസ് കൊയിലാണ്ടി കോടതിയിൽ ഹർജി സമർപ്പിച്ചത്. ഒരുമിച്ച് ലഹരി ഉപയോഗിക്കുന്നതിനിടയിലാണ് വിജിൽ നരഹത്യയെന്ന് പോലീസ് കണ്ടെത്തിയതാണ്. ഇക്കാര്യം പ്രതികളെ ചോദ്യം ചെയ്തപ്പോൾ മൊഴിയായും ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിന് ശാസ്ത്രീയ തെളിവുകൾ ഇതുവരെ ലഭിച്ചിട്ടില്ല. ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുകയാണ് അന്വേഷണ സംഘം ലക്ഷ്യമിടുന്നത്. പ്രതികളായ നിഖിൽ, രഞ്ജിത്ത്, ദീപേഷ് തുടങ്ങിയവരുടെ രക്തസാമ്പിളുകൾ പരിശോധിക്കും. സരോവരത്തെ ചതുപ്പിൽ നിന്നും കണ്ടെടുത്ത അസ്ഥിയിൽ DNA പരിശോധന ഫലം വന്നാൽ മാത്രമേ മൃതദേഹം കുടുംബാംഗങ്ങൾക്ക് വിട്ടു നൽകൂ. ഇതിനായി വിജിലിന്റെ അമ്മയുടെ രക്തസാമ്പിൾ എടുക്കാനും പോലീസ് ഹർജി സമർപ്പിക്കും. ഒരു മാൻ മിസ്സിംഗ് കേസാണിപ്പോൾ സംഘം ചേർന്നുള്ള ലഹരി കൊലപാതകമായി പോലീസ് അന്വേഷണത്തിലൂടെ കണ്ടെത്തിക്കഴിഞ്ഞത്. എന്നാൽ ഇതിനുള്ള തെളിവുകൾ ശേഖരിക്കുകയാണ് ഈ കേസിൽ ഏറ്റവും നിർണായകം. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.